മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4 മൊബൈൽ 9895641290 ഇമെയിൽ manavam@gmail.com മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ്. നമ്മെ ആശംസിക്കാൻ വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു. MLA പ്രദീപ് കുമാർ, അബ്ദുൽ സമദ് സമാധാനി, തോട്ടത്തിൽ രവീന്ദ്രൻ സാർ, ഇങ്ങനെ തുടങ്ങിയ പ്രമുഖർ വേദിയിലുണ്ട്. സ്വാഗത ഭാഷണത്തിനായി ഇതിന്റെ മുഖ്യ സംഘാടകൻ മായുടെ പ്രസിഡന്റ് സലാം കെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹാവ്യക്തികളെ, അഭൂതപൂർവമായ ഒരു സദസ്സ്, ഇവിടെ വന്ന ഈ സദസ്സ് ഈ അടുത്ത കാലത്തായി ടൗൺ ഹാളിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോഴാണ് അങ്ങനെ ഒരു ക്രൗഡ് കാണുന്നത്. പ്രിയ സദസ്യര്, ലോകപ്രശസ്ത ഗായകനായ മുകേഷ് ഒരുപാട് ഗാനങ്ങൾ പാടി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഗായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനമാണ് ഇന്ന്. മുകേഷിന്റെ ഗാനം ഏറ്റവും നന്നായി പാടുന്ന നമ്മുടെ പ്രിയ ഗായകനായ നയൻ ജെ ഷായെ, അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ട് 90 ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നയനും അതുപോലെ തന്നെ ഞങ്ങളും ആളുകളും അതുപോലെ തന്നെ കല എന്ന കോഴിക്കോട് ആർട്സ് ലവേഴ്സ് അസോസിയേഷനും ചേർന്ന് തീരുമാനിക്കുകയുണ്ടായി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞ അബ്ദുൽ സമദ് സമാനി, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA പ്രദീപ് കുമാർ, അദ്ദേഹത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ചുക്കാൻ പിടിച്ച തോട്ടത്തിൽ രവീന്ദ്രൻ, അദ്ദേഹമാണ് ഇത് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൗൺസിലറാണ് കിഷൻ ചന്ദയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കലാകാരന്മാർക്കും ശ്രോതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷത വഹിക്കാൻ തോട്ടത്തിൽ രവീന്ദ്രേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. ഇന്നത്തെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ പ്രദീപ് കുമാർ, നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ സമദ് സമദാനി, കൗൺസിലർ ശ്രീ കിഷൻ ചന്ദ്, ശ്രീ വിജയരാഘവൻ, വേദിയിലും സദസ്സിലുമുള്ള സംഗീത പ്രേമികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ മനസ്സിൽ മുകേഷിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നയൻ ജെ ഷായെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഒരു ഗുരുനാഥനായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഗുരുവിനുള്ളൊരു അശ്രുപൂജയാണ് ഇന്നിവിടെ 90 പാട്ടുകളിലായിട്ട് അദ്ദേഹം ഇവിടെ സമർപ്പിക്കുന്നത്. കലയ്ക്ക് വേണ്ടിയും മായ്ക്ക് വേണ്ടിയും ഞാൻ നിങ്ങളെല്ലാവരെയും കൃതജ്ഞത കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ പ്രദീപ് കുമാർ അവർകളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കും. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന കലയുടെ പ്രസിഡന്റും മുൻ മേയറുമായിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രൻ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി, നമ്മളെല്ലാവരും ഈ സംഗീതം പോലെ തന്നെ വളരെ മധുരമായ ഒരു പ്രഭാഷണം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീ MP അബ്ദുൽ സമദ് സമദാനി, അതേപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കൗൺസിലർ ശ്രീ P കിഷൻ ചന്ദ്, കലയുടെ സെക്രട്ടറി ശ്രീ വിജയരാഘവൻ, ശ്രീ നയൻ ജെ ഷാ, പ്രിയപ്പെട്ടവരെ, മുകേഷ് എന്ന മഹാഗായകന് ഉള്ളൊരു സമർപ്പണമാണ് നയൻ ജെ ഷാ ചെയ്യുന്നത്. നയൻ ജെ ഷാ എന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഈ നഗരം സ്നേഹിക്കുന്ന ആ ഗായകൻ്റെ ഒരു പുതിയ പ്രതിഭയുടെ പിറവി, ഒരു താരോദയം കൂടെ ഇവിടെ സാധ്യമാകുകയാണ്. ആ നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ മറ്റു പലർക്കും അസാധ്യമായ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ, അതിന് സംഗീതത്തെ ഒരു ഉപാധിയാക്കുന്നതിലൂടെ അദ്ദേഹം എന്നും ആർക്കും വിസ്മരിക്കാനാകാത്ത
സംഗീതത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രതിഭയായി തന്നെ പരിഗണിക്കപ്പെടും, വാഴ്ത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നയൻ ഷായ്ക്കും അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിനും അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടുള്ള സംഗീത ലോകത്തെ എല്ലാ ഇടപെടലുകൾക്കും എല്ലാ വിജയവും നന്മയും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നയൻ ഷായുടെ മധുരമായ സംഗീതം പോലെ തന്നെ ഒരു മധുര ഭാഷണം നമ്മളെ കാത്തിരിക്കുന്നു. അത് സംഗീതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ അപഗ്രഥിക്കാനും ഏറെ ആകർഷിക്കുന്ന നിലയിൽ നമ്മോട് സംവദിക്കാനും കഴിയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ മറ്റൊരു അഭിമാനമായിട്ട് ശ്രീ അബ്ദുൽ സമദ് സമദാനി, അദ്ദേഹത്തിൻ്റെ സംഭാഷണം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഹിന്ദി, ഉറുദു, കാവ്യ ഗാനശാഖയിൽ അഗാധ ജ്ഞാനമുള്ള വ്യക്തി, പ്രഭാഷണ കലയെ തന്നെ സംഗീതാത്മകമാക്കി മാറ്റിയ പ്രഭാഷക പ്രതിഭ MP അബ്ദുൽ സമദ് സമദാനി. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യം ചൂടി നിൽക്കുന്ന ഈ ടൗൺ ഹാൾ മന്ദിരത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ സംഗീത പൈതൃകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാം നാളെ ഒരുപക്ഷെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാനിരിക്കുന്ന ഈ മഹിതമായ സദസ്സിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നിയമസഭയിലെ പ്രഗത്ഭനായ സാമാജികനും എൻ്റെ പ്രിയ സ്നേഹിതനുമായ പ്രദീപ് കുമാർ, ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും നമ്മുടെ ഹൃദയ താരം നയൻ ഷാ, എൻ്റെ പ്രിയ സുഹൃത്ത് കിഷൻ ചന്ദ്, പ്രിയങ്കരനായ സ്നേഹിതൻ ജയന്ത് കുമാർ, ബഹുമാന്യ സ്നേഹിതൻ സലാം, ബഹുമാനപ്പെട്ട വിജയരാഘവൻ, ഇന്നത്തെ ഈ സന്ധ്യയെ പോലെ തന്നെ അത്ഭുതമുണ്ടാക്കുന്ന ഈ മഹാസദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കൃഷ്ടമായ ഒരു പാരമ്പര്യമുള്ള നമ്മുടെ ഗാനശാഖയുടെ ചരിത്രത്തിൽ അതിശയകരമായ പല മുഹൂർത്തങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അസാധാരണത്വമാർന്ന, നമ്മെ വിസ്മയിപ്പിച്ച് നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട മുഹൂർത്തങ്ങൾക്കാണ് നമ്മൾ ഇന്ന് സാക്ഷികളായിട്ടുള്ളത്. നയൻ ഷാ മുകേഷിനെ പാടുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള, ആഹ്ലാദകരമായിട്ടുള്ള പ്രഭാതത്തിൽ തുടങ്ങി സന്ധ്യ കഴിഞ്ഞ് അർദ്ധരാത്രിയുടെ അടുത്തേക്കെങ്കിലും നീളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ഈ നഗരം ഒരിക്കലും ഇത് മറക്കുകയില്ല. ഈ നഗരത്തിൻ്റെ ആസ്വാദ്യതയുടെ ധന്യതയെ ആവാഹിച്ചിട്ടുള്ള ഹൃദയങ്ങൾക്ക് ഇത് മറക്കാൻ കഴിയില്ല. ശ്രീ ശങ്കരാചാര്യരാണ് പരകായ പ്രവേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെയാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത്. ശ്രീ നയൻ ഷായുടെ ശരീരത്തിലേക്ക് മാത്രമല്ല, ആത്മാവിലേക്ക് മുകേഷ് പ്രവേശിച്ചിരിക്കുന്നുവെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുകേഷിൻ്റെ അതേ സ്വരം, മുകേഷിൻ്റെ അതേ സമീപനം, മുകേഷിൻ്റെ അതേ മനോധർമ്മം. ഒരു സംഗീതജ്ഞൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്, സിദ്ധി എന്ന് പറയുന്നത് മനോധർമ്മമാണ്. പഠിച്ച ശാസ്ത്രമല്ല, അഭ്യസിച്ച രീതി വിശേഷങ്ങളല്ല, ചിട്ടയൊപ്പിച്ച സംഗീതത്തിൻ്റെ ശാസ്ത്രീയമായ നിബദ്ധതകളുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഗായകന്റെ ഒരു മനോധർമ്മമുണ്ട്. അതാണ് വലിയ ഗായകരെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുഹമ്മദ് റഫി സാഹിബ് ലണ്ടനിൽ ചെന്ന് ഏ ദുനിയാ കെ രഖ്വാലെ പാടുമ്പോൾ അതുവരെ പാടിയതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് പാടിയത്. ലണ്ടൻ പരിപാടിയിൽ റഫി സാഹിബ് പാടിയ ദുനിയാ കെ രഖ്വാലെ കേട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആ റെക്കോർഡ് കേട്ടാൽ അത് മാറ്റിവെക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചലച്ചിത്രത്തിന് വേണ്ടി പാടിയ റെക്കോർഡ് മാറ്റിവെച്ചേക്കും. കാരണം ലണ്ടൻ പരിപാടിയിൽ അത് അതിൻ്റെ പാരമ്യത്തിലാണ്, അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്, അതിൻ്റെ കലാപരമായ മേന്മയുടെ മഹത്വത്തിൻ്റെ ആകാശത്തിലേക്കാണ് അത് ആരോഹണം ചെയ്തിട്ടുള്ളത്. അത് മനോധർമ്മമാണ്.
അവിടെ വെച്ച് റഫീ സാഹിബിന് അനുഭവപ്പെട്ട അദ്ദേഹത്തിൻ്റെ മനോധർമ്മമാണ്. അദ്ദേഹം റെക്കോർഡ് ചെയ്ത പാട്ട് അദ്ദേഹത്തിൻ്റെ മനോധർമ്മത്തെക്കാൾ സംഗീതജ്ഞൻ്റെ ശില്പഭംഗിയുമായിട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന പതിനായിരങ്ങളുടെ മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെതായ ഒരു പുതിയ മനോധർമ്മം സ്വീകരിച്ച് ആ പാട്ടിനെ കൂടുതൽ അനശ്വരമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. നയൻ ഷായുടെ മനോധർമ്മത്തിലൂടെ മുകേഷ് ജീവിക്കുകയാണ്. ആഗസ്റ്റ് 27-നാണ് മുകേഷിൻ്റെ ചരമദിനം കടന്നു വരുന്നത്. അദ്ദേഹം കടന്നുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. പക്ഷേ ഇന്നും മുകേഷിനെ കേൾക്കാൻ, മുകേഷിനെ പാടാൻ, അദ്ദേഹത്തിൻ്റെ 90 പാട്ടുകൾ തിരഞ്ഞെടുത്ത് പാടാൻ ടൗൺ ഹാളിൽ നയൻ ഷാ തയ്യാറായപ്പോൾ അദ്ദേഹത്തെയും നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ മഹനീയ സദസ്സിന്റെ മഹാസാന്നിധ്യമാണ്. ആരാണ് പറഞ്ഞത് അടിപൊളി പാട്ടുകളാണ് ആളുകൾക്ക് ആവശ്യമെന്ന്? ആരാണ് പറഞ്ഞത് ഒച്ചപ്പാടുണ്ടാക്കുന്ന ബഹളമയമായ സംഗീതമാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന്? കസേരയിൽ കയറി നൃത്തമാടുന്ന, ബഹളം വെക്കുന്ന സംഗീത സഭകൾ ഈ സദസ്സ് കണ്ട് ലജ്ജിക്കട്ടെ എന്ന് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സദസ്സിന്റെ പക്വത, ഈ സദസ്സിന് സംഗീതത്തിലുള്ള വിൽപ്പത്തി, ഈ സദസ്സിന് സംഗീതത്തോടുള്ള ബഹുമാനം, ഈ സദസ്സിന് ഭാരതീയ സംഗീത പാരമ്പര്യത്തോടുള്ള അഗാധമായ അഭിനിവേശം, അതെല്ലാം ആവിഷ്കരിച്ച അതിമഹത്തായ ഒരു സന്ദർഭമാണ്. ഈ വിനീതനി ടൗൺ ഹാളിൽ നൂറുകണക്കിന് വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ടൗൺ ഹാളിൽ ദൈവാനുഗ്രഹത്താൽ 2 വാക്ക് സംസാരിച്ചത്. എൻ്റെ സുഹൃത്ത് പ്രദീപ് കുമാറിനെ പോലെ, തോട്ടത്തിൽ രവീന്ദ്രനെ പോലെ, കിഷൻ ചന്ദിനെ പോലെ, സലാമിനെ പോലെ എല്ലാവരും, നിങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ ഈ ടൗൺ ഹാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ ഈ പരിപാടി അതുല്യമാണ്, അചുംബിതമാണ്, അപ്രമേയമാണ്, അനന്യസാധാരണമാണ് എന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കും. എന്നോട് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മുകേഷിൻ്റെ അനുസ്മരണം നിർവഹിക്കണം എന്നുള്ളതാണ്. ആ വലിയ ഒരു കലാകാരനെ ഓർക്കുന്നത് തന്നെ ഒരു അനുഭൂതിയാണ്. എന്താണ് ഈ സദസ്സ് നൽകുന്ന സന്ദേശം? ഈ സദസ്സ് നൽകുന്ന സന്ദേശം ഇന്നത്തെ ബഹളമയമായ കലാപ്രകടനങ്ങൾ ആളുകൾക്ക് മടുത്തിരിക്കുന്നു. അർത്ഥമില്ലാത്ത കവിതകൾ, ശബ്ദഘോഷമുണ്ടാക്കുന്ന സംഗീതങ്ങൾ, ഇളകിയാടുന്ന ശരീരത്തിന്റെ ചേഷ്ടകൾ. ഞാനിവിടെ നയൻ ഷായെ ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര ആവേശകരമായ പാട്ട് പാടുമ്പോഴും അതിന് അനുകൂലമായിട്ടുള്ള അംഗപ്രത്യംഗ ഭാവങ്ങൾ ഒരു ഗായകന് ആവശ്യമായിട്ടുള്ളത് അനിവാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ശരീരം ആടുകയോ അമിതമായ ആവേശപ്രകടനങ്ങളോ അപസ്മാരമളകലുകളോ ഇല്ലാതെ തന്നെ ഇതൊക്കെ സംഘടിപ്പിക്കാനും പാടാനും സാധിക്കും എന്നാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. ശരിയായിട്ടും അദ്ദേഹത്തെ മുകേഷിന്റെ പ്രതിനിധി, മുകേഷിന്റെ അനന്തരാവകാശി എന്ന് ഈ ദിവസം നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മുകേഷ് പാടാൻ ഒരുങ്ങുന്നത് മറ്റൊരു വലിയ ഗായകനോടുള്ള അഭിനിവേശം കൊണ്ടാണ്, സഹഗലിനോടുള്ള അഭിനിവേശം കൊണ്ട്. സഹഗലായിരുന്നു മുകേഷിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. ആവേശവും പ്രചോദനവും മാത്രമല്ല, ദൗർബല്യം. മിക്കവാറും നമ്മുടെ ഭാരതീയ സംഗീതജ്ഞന്മാരായിട്ടുള്ള ഗായകന്മാരെ എല്ലാവരെയും സഹഗൽ പിടികൂടിയിരുന്നു. കിഷോർ കുമാറിനെ നന്നായി പിടികൂടിയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിൽ. റഫീ സാഹിബിനെ പിടികൂടിയിരുന്നു തുടക്കത്തിൽ. റഫീ സാഹിബ് അതിൽ നിന്ന് തെന്നിമാറി. അദ്ദേഹം സ്വന്തമായ തന്റെ സംഗീത രീതി ആവിഷ്കരിച്ചു. കിഷോർ കുമാറിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു സംഗീതജ്ഞനാണ്. കിഷോർ കുമാറിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പാടണം, സഹഗലിന്റെ രീതി വേണ്ട എന്ന്. സഹഗൽ അത്ര വലിയ ഒരു വടവൃക്ഷമായിരുന്നു. ഭാരതീയ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ പാരമ്പര്യത്തിൽ, ചലച്ചിത്രഗാന ചരിത്രത്തിൽ സഹഗൽ ഒരു വലിയ കുലഗുരുവാണ്. അദ്ദേഹത്തെ ആവേശിക്കാത്ത ഗായകർ നമുക്കുണ്ടായിട്ടില്ല. ഈ ത്രിമൂർത്തികൾ, മുകേഷ്, റഫീ സാഹിബ്, കിഷോർ കുമാർ, ഈ ത്രിമൂർത്തികളൊക്കെ സഹഗലിന്റെ ശിഷ്യന്മാരായിക്കൊണ്ടാണ് അറിഞ്ഞോ അറിയാതെ. റഫീ സാഹിബിന്റെ ജീവിതത്തിൽ അത്ഭുതം കൂടി സംഭവിച്ചു. ലാഹോറിൽ സഹഗൽ പാടാൻ വന്നപ്പോൾ ഇടവേളയിൽ പാടാൻ റഫീ സാഹിബിന് അവസരം ലഭിച്ചു. പിന്നീട് ഒരു പാട്ടിൽ, ഒരു ചലച്ചിത്രഗാനം സഹഗൽ പാടിയപ്പോൾ അതിൻ്റെ ഒരു വരി കൂടെ പാടാനും റഫീ സാഹിബിന് അവസരമുണ്ടായി. അനിൽ ബിശ്വാസാണ് മുകേഷിനെ ഉപദേശിക്കുന്നത്, നിങ്ങൾ മെല്ലെ മെല്ലെ സഹഗലിൽ നിന്ന് തെന്നി മാറണം എന്ന്.
ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാവുന്ന ദിൽ ജൽത്താ ഹേ തോ ജൽനെ ദോ, ഹൃദയം ജ്വലിക്കുകയാണെങ്കിൽ ജ്വലിക്കാൻ അനുവദിക്കൂ. അത് പൂർണ്ണമായും സെഹഗലിന്റെ സ്വാധീനത്തിൽ പാടിയിട്ടുള്ള ഗാനമാണ്. ആ കാലത്ത് മുകേഷ് സെഹഗലിന്റെ തനി പ്രതിരൂപവും പ്രതിസ്പന്ദവും പ്രതിസ്വരവും ആയിരുന്നു. എന്താണോ സെഹഗൽ അതിന്റെ ശരിയായ പ്രതിസ്വരം. ഈ ഗാനം അത് അദ്ദേഹത്തിന്റെ ബ്രേക്ക് ത്രൂ ഗാനമായിരുന്നു. അതോടുകൂടിയാണ് മുകേഷ് എന്ന ഗായകൻ ഒരു താരകം പോലെ ഇന്ത്യയുടെ സംഗീത നഭസിൽ ഉദിച്ചുയരുന്നത്. ആ പാട്ടോടുകൂടി അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പാട്ടുപാടാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യയുടെ ഈ പ്രിയപ്പെട്ട സന്താനം സൊറാവർ ചന്ദ് മാഥുർ എന്ന് പറയുന്ന സാത്വികനായ ഒരു മനുഷ്യന്റെ 8ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സഹോദരനായ സുന്ദർ പ്യാരിയായിരുന്നു സംഗീതം അഭ്യസിച്ചത്, മുകേഷ് അല്ല. നന്നായി സംഗീതം പഠിച്ചത് സുന്ദർ പ്യാരിയായിരുന്നു. ഇദ്ദേഹം ഒരു അസിസ്റ്റന്റ് സർവേയർ ആയിരുന്നു മുകേഷ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ദൈവത്തിന്റെ നിയോഗം. അസിസ്റ്റന്റ് സർവേയറായി തുടങ്ങി അദ്ദേഹം മുംബൈയിലേക്ക് വണ്ടി കയറി. ഹിന്ദി ചലച്ചിത്രത്തിലെ അക്കാലത്തെ പ്രശസ്തനായ സ്വഭാവ നടൻ മോത്തിലാലാണ് മുകേഷിനെ പ്രോത്സാഹിപ്പിച്ച് മുംബൈയിൽ കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ പാർപ്പിച്ച് അദ്ദേഹത്തെ ബോംബെ ചലച്ചിത്ര ലോകത്തിന്, ബോളിവുഡിന് പരിചയപ്പെടുത്തുന്നത്. മാത്രവുമല്ല മോത്തിലാൽ ഒരു ഉപകാരവും കൂടി ചെയ്തു. ജഗന്നാഥ് ദാസ് എന്ന സംഗീതജ്ഞന്റെ അടുക്കലേക്ക് 1940 മുകേഷിനെ പറഞ്ഞയച്ചു കൂടുതൽ സംഗീതം അഭ്യസിക്കാൻ. മോത്തിലാൽ ഒരു ദിവസം മുകേഷിന്റെ മറ്റൊരു സഹോദരനായ രാം പ്യാരിയുടെ വിവാഹത്തിന്റെ ദിവസം മുകേഷ് ഒരു പാട്ട് പാടുന്നത് കേട്ടു. അത്ഭുതകരമാണ് മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരുടെ പ്രതിഭയുടെ മിന്നലാട്ടം സംഭവിക്കുക. സഹോദരന്റെ കല്യാണത്തിന് പാട്ടുപാടുന്നത് കേട്ടപ്പോഴാണ് മോത്തിലാലിന് തോന്നിയത് ഈ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കണം, ഈ മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരണം എന്ന്. അല്ലാതെ അദ്ദേഹം ഒരുപാട് സംഗീതം പഠിച്ച് വലിയ ഗായകനായി മാറിയത് കൊണ്ടായിരുന്നില്ല. റഫി സാഹിബ് തെരുവിലൂടെ വരുന്ന ഫക്കീറായിട്ടുള്ള കാബൂളി വാല എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഗായകന്മാരുടെ പിന്നാലെ നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയുടെ ഗാനചരിത്രത്തിൽ മറ്റൊരാൾക്കും കീഴടക്കാൻ കഴിയാത്ത, ഇന്നും കോഴിക്കോട്ടെ പച്ചക്കറി മാർക്കറ്റിലോ മീൻ മാർക്കറ്റിലോ ഏ ദുനിയ ഏ മെഹ്ഫിൽ എന്ന ഗാനം മുഴങ്ങിയാൽ ഭാഷ അറിയാത്ത സാധാരണക്കാരൻ പോലും തരിച്ചു നിൽക്കുന്ന. ചിലർ പറയും പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കാണിക്കും, ഏറിയ 3 മാസത്തെ ആയുസ്, അതിലേറെ ആയുസില്ല. പക്ഷെ മുകേഷിന്റെ ഗാനങ്ങൾക്ക് മേരാ ജൂതാ ഹേ ജാപ്പാനി, ഫിർ ഭി ദിൽ ഹേ ഹിന്ദുസ്ഥാനി, എന്റെ വേഷം ജപ്പാനോ മറ്റു രാജ്യങ്ങളുടേതോ ബന്ധപ്പെട്ടതായിരിക്കാം, എന്റെ ഹൃദയം ഭാരതീയമാണ് എന്ന് പറയുന്ന ആ പാട്ട് എത്ര കാലമായിരിക്കുന്നു. അനശ്വരത, ശാശ്വതികത്വത്തിന്റെ മുദ്ര, എന്നെന്നും നിലനിൽക്കാനുള്ള ശാശ്വതികത്വത്തിന്റെ മുദ്ര, അത് പകർന്നേകിയ മഹാന്മാരായിട്ടുള്ള ഗായകന്മാരായിരുന്നു. പക്ഷെ ഒരു സിംഗിങ് സ്റ്റാർ ആകണമെന്നായിരുന്നു മുകേഷിന്റെ മോഹം. പാട്ട് പാടുന്ന ഒരു നടൻ, ഒരു അഭിനേതാവ്, കിഷോർ കുമാറിനെ പോലെ. അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു മുകേഷ്, നയൻഷായെ പോലെ വളരെ സുന്ദരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു സിംഗിങ് സ്റ്റാർ ആയിട്ട് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം മെല്ലെ മെല്ലെ ചലച്ചിത്ര രംഗത്തേക്ക് അഭിനയിക്കാനും പാടാനും രംഗത്ത് വന്നു. ദിൽ ബുജാത്തോ ഫസലെ ബഹാർ എന്ന പാട്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ഒരു ഗാനം. പിന്നീട് അദ്ദേഹം സുഖ് ദുഃഖ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, സുഖ് ദുഃഖ്. ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട്ടുകാരാണ്. പക്ഷെ നമ്മൾ കോഴിക്കോട്ടുകാരെ ഇതിന് സമ്പന്നമാക്കിയത് ഗുജറാത്തിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. സംസ്കാരങ്ങളുടെ സംഗമം, സംസ്കാരങ്ങളുടെ സംഘനൃത്തം, അതാണ് ഒരു പക്ഷെ നയൻഷാക്ക് ജന്മം നൽകിയതും ഗുജറാത്തി സമൂഹമാണ്. ആ ഗുജറാത്തി സമൂഹത്തോടുള്ള മുഴുവൻ നന്ദിയും കോഴിക്കോട്ടുകാർ അവർക്ക് നൽകിയിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള ശ്രവണത്തിലൂടെ. ഈ കോഴിക്കോടിന്റെ സംഗീത പാരമ്പര്യത്തെ ധന്യമാക്കുന്നതിൽ, അതിനെ സമ്പന്നമാക്കുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഗുജറാത്തികളുടെ ഈ സാംസ്കാരിക സംഭാവന, പ്രദീപിനെ പോലുള്ള ഈ രംഗത്തൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന, അത് പ്രത്യേകം കണ്ടറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം, നമ്മളതിൽ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സുഖ് ദുഃഖ്, ഞാനിപ്പോൾ ഓർക്കാൻ കാരണം സുഖം ദുഃഖം അക്കാലത്തെ ഒരു ചലച്ചിത്രത്തിന്റെ പേരാണ്. മലയാളിക്ക് മനസ്സിലാകുന്ന പേരാണ് ഹിന്ദി ചലച്ചിത്ര പേര് സുഖ് ദുഃഖ്. അതിൽ മുകേഷ് അഭിനയിച്ചു, പാടിക്കൊണ്ട് അഭിനയിച്ചു. മറ്റൊരു ചലച്ചിത്രം അദ്ദേഹം അഭിനയിച്ചത് മാഷൂക്ക.
ഒന്ന് സുഖ് ദുഃഖ് കേൾക്കണം. മറ്റൊരു സിനിമയുടെ പേര് മഷൂക്ക, അത് ശുദ്ധമായ അറബി പേരാണ്, ഹിന്ദി സിനിമയുടെ പേര്. നമ്മുടെ കല, നമ്മുടെ സംസ്കാരം സമുദായങ്ങളുടെ ഒരു സംഗമമാണ്, ദർശനങ്ങളുടെ സമന്വയമാണ്, നാഗരികതകളുടെ സംവാദമാണ്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ശക്തി. ഈ സംസ്കാരങ്ങളൊക്കെ കൂടിച്ചേരുന്ന ഒരു രാജ്യം. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ആവാരാഹു, മേരാ ജൂതാ ഹേ ജാപ്പാനി, സജനരെ ജൂട്ട് മത്ത് പോലോ, വളരെ രസികത്വത്തോടു കൂടി അദ്ദേഹം പാടിയിട്ടുള്ള, മെല്ലെ മെല്ലെ അദ്ദേഹം സൈഗലിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി. രാജ് കപൂർ മുകേഷും തമ്മിലുള്ള ബന്ധം ഇന്ത്യയുടെ ദൃശ്യ ശ്രാവ്യ ലോകത്തെ വളരെ സമ്പന്നമാക്കി. രാജ് കപൂർ മുകേഷ് കുമാർ നിര്യാണം പ്രാപിച്ചപ്പോൾ പറഞ്ഞ വാക്ക് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ശബ്ദമാണ് എന്നായിരുന്നു. ഇതിനേക്കാൾ വലിയ ഒരു അനുശോചനം, ഒരാളുടെ വേർപാടിൽ ഇതിനേക്കാൾ വലിയ ഒരു ചരമ കുറിപ്പ് ഒരാൾക്ക് എഴുതാനോ പറയാനോ കഴിയില്ല. എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ശബ്ദമാണ് എന്ന് രാജ് കപൂർ മുകേഷ് നിര്യാണം പ്രാപിച്ചപ്പോൾ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു. ദിലീപ് കുമാർ ആദ്യകാലത്ത് മുകേഷിന്റെ ശബ്ദത്തെ മാനിച്ചിരുന്നില്ല, അതത്ര ഗൗരവമുള്ള ഒരു ശബ്ദമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് മുകേഷിന് വേണ്ടി പലതവണ അദ്ദേഹം ചുണ്ടനക്കി. ദിലീപ് കുമാർ പിന്നീട് പറഞ്ഞത് ആദ്യ ശ്രവണത്തിൽ തന്നെ ആളുകളെ കീഴടക്കുന്ന ഒരു മാന്ത്രിക സ്പർശം മുകേഷിനുണ്ട് എന്നായിരുന്നു. എല്ലാ സംഗീതജ്ഞരും ആ ശബ്ദത്തിൽ പാട്ടുകൾ നെയ്തെടുത്തു. എസ് ഡി ബർമൻ പോലും എന്ന് ഞാൻ പറയാൻ കാരണം, എസ് ഡി ബർമന്റേതായിട്ട് അധികം ഗാനങ്ങളില്ല മുകേഷിന്റെ. കിഷോർ കുമാറിനെ കിട്ടാത്തപ്പോൾ മാത്രമാണ് മുകേഷിനെ കൊണ്ട് എസ് ഡി ബർമൻ പാടിപ്പിക്കുകയുണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് പോലും അതിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുവാൻ സാധിച്ചില്ല. വലിയ കലാകാരന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശൈലേന്ദ്രന്റെ ഗാനം ഇന്ത്യ ഉപഭൂഖണ്ഡം മുഴുവൻ ഹം തുമ്മേക്ക് കമരേ മേ ബന്ധു ഹോ ഔർ ചാവി ഖോ ജായ്, ആ ഗാനം പാടി അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം തഴയപ്പെട്ടു. ശൈലേന്ദ്രന്റെ സ്വരം പിന്നെ ഇന്ത്യയിൽ എവിടെയും മുഴങ്ങിയില്ല. മെഷായറുത്തോ നഹി എന്ന് പറയുന്ന അത് ലോകം മുഴുവൻ ആ ശബ്ദം മുഴങ്ങി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പിന്നെ ശൈലേന്ദ്രൻ എവിടെ പോയി? ക്രൂരമായ രാഷ്ട്രീയത്തിൽ, ബോളിവുഡിലെ കുത്തിത്തിരിപ്പുകളിൽ അദ്ദേഹത്തെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. ദുബായിലേക്ക് അദ്ദേഹം ഇടയ്ക്ക് താമസം മാറ്റി. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ആ പാടിയ പാട്ടിന്റെ പേരിൽ ഒരു രൂപ പോലും എനിക്ക് റോയൽറ്റി ലഭിച്ചിട്ടില്ല എന്ന്, ബോബിയിലെ പ്രസിദ്ധമായ ഗാനങ്ങളുടെ പേരിൽ. മുകേഷ് തന്റെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും പ്രയാസപ്പെട്ടു. സാമ്പത്തികമായിട്ട് കഷ്ടപ്പാടുകളിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ ഈ സദസ്സ് പോലെ എത്രയോ സ്ഥലങ്ങളിൽ 40 വർഷങ്ങൾക്ക് ശേഷവും ആ മനുഷ്യന്റെ സ്വരം ആളുകളുടെ ഹൃദയങ്ങളെ വശീകരിക്കുമ്പോൾ മക്കളെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ഫീസ് കൊടുക്കാൻ കഴിയാതെ അദ്ദേഹം പാടുപെട്ട ദിനങ്ങൾ നമ്മൾ ഓർക്കുന്നത് ഒരുപക്ഷെ അവരുടെയൊക്കെ കല ജീവിത ഗന്ധിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് നമ്മെ സഹായിച്ചേക്കും. നേരത്തെ ഞാൻ ആ റോയൽറ്റിയെ കുറിച്ച് പറഞ്ഞു, ശൈലേന്ദ്രന്റെ ആ ഗാനങ്ങൾ. പക്ഷെ എന്തിനാണ് അവർക്ക് റോയൽറ്റി? തലമുറകളുടെ സ്വീകാര്യതയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ റോയൽറ്റി എന്ന് ചരിത്രത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മുകേഷ് വളരെ മനുഷ്യത്വമുള്ള ഒരു ഗായകനായിരുന്നു. എല്ലാ രംഗത്ത് മത്സരങ്ങളും കൊടികുത്തി വാഴുന്ന ഈ കാലത്ത് ഒരാൾക്കൊരു പാട്ട് പാടാൻ വേണ്ടി സംഗീത സംവിധായകൻ നിശ്ചയിച്ചാൽ പാര വെച്ച് ആ പാട്ട് കരസ്ഥമാക്കാൻ ചരട് വലിക്കുന്ന ഗൂഢാലോചനകൾ ഇന്ന് എന്തൊക്കെയാ കേൾക്കുന്നത്? ഇന്ന് ചലച്ചിത്ര ലോകത്ത് വലിയ വലിയ ഗായകർ ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്യും. ചലച്ചിത്രം ഇറങ്ങുമ്പോൾ വേറൊരാളുടെ ശബ്ദമായിരിക്കും പുറത്ത് കേൾക്കുന്നത്. ട്രാക്ക് മാറ്റി, ഒരു മൂല്യബോധവുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ, ഒരു നൈതികമായ അടിസ്ഥാനവുമില്ലാതെ അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ചലച്ചിത്രത്തിന്റെ ലോകത്ത് ആപ് സേ ഹം ബിച്ഛ്ഡേ എന്ന ഗാനം മൻഹർ പാടിയ ശേഷം ആ പാട്ട് ചിട്ടപ്പെടുത്തിയ സംഗീത സംവിധായകൻ അത് പാടാൻ മുകേഷിനോട് ആവശ്യപ്പെട്ടപ്പോ മുകേഷിന്റെ മറുപടി, എന്തിനയാളുടെ മനസ്സ് വേദനിപ്പിക്കണം, മൻഹർ നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്നായിരുന്നു. അദ്ദേഹം നന്നായി പാടിയ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ച് എന്തിനയാളുടെ മനസ്സ് വേദനിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോ മുകേഷ് ഗായകനല്ല, വലിയൊരു മനുഷ്യത്വമുള്ള വലിയൊരു വ്യക്തിത്വമാണ്. ഗായകനാകാം, കലാകാരനാകാം, ചിത്രം വരക്കുന്ന ആളാകാം, പ്രസംഗകനാകാം, നേതാവാകാം, ഒക്കെ എളുപ്പമാണ്. പക്ഷേ മനുഷ്യത്വത്തോടുകൂടി ഈ രംഗത്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു പക്ഷേ
ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ നിരവധി ജീവിതരഥികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുകേഷ് തൻ്റെ സംഗീത യാത്രയിലൂടെ മുന്നോട്ട് പോയി. സുഹാനി ചാന്ദിനി രാത്തേ ഹമേ സോനെ നഹീ ദി, നിലാവുള്ള മനോഹരമായ രാത്രികൾ നമ്മെ ഉറങ്ങാൻ അനുവദിച്ചില്ല. തുമാരേ പ്യാർ കി ബാത്തേ ഹമേ സോനെ നഹീ ദി, നിന്റെ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ എൻ്റെ നിദ്രക്ക് തടസ്സമായി വന്നു. അന്നത്തെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത രാക്ഷസി, മുത്തം, അരക്കെട്ട്, അരഞ്ഞാണം, വളകിലിങ്ങുന്നത്, അതുപോലെ ഒന്ന് ചേർന്ന് നിന്നാൽ മുത്തം തരാം, ഇങ്ങനെയുള്ള ആഭാസകരമായിട്ടുള്ള സംഗതികളൊക്കെ അന്നത്തെ എഴുത്തുകാർക്ക് അജ്ഞാതമായിരുന്നു. അവർ പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്ക് പ്രണയം പൂത്തുലയും. ബഹാറോം ഫൂല് ബർസാവോ, വസന്തമേ പൂക്കളെ വർഷിച്ചാലും എൻ്റെ പ്രിയ കാമിനി വന്നണഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാനുള്ള സംസ്കാരമാണ് അവർക്കുണ്ടായിരുന്നത്. ദീവാനോ സെ മത് പൂച്ചോ ദീവാനോ പെ ക്യാ ഗുസ്രി, സ്നേഹിക്കുന്നവരോട് ചോദിക്കരുത് അവർക്ക് എന്താണ് സംഭവിച്ചത്. ഔറോം കോ പിലാ ദേത്തെ ഹേ, മറ്റുള്ളവരെ കുടിപ്പിക്കുന്നു. ഔർ ഖുദ് പ്യാസേ രഹ് ജാത്തെ ഹേ, സ്വയം ദാഹാർത്തനായി ഒന്നും കുടിക്കാതെ കഴിയുകയും ചെയ്യുന്നു. യെ പീനെ വാലേ ക്യാ ജാൻതേ, ഈ കുടിക്കുന്നവർക്ക് എന്തറിയാം. പേമാനോ കെ ക്യാ ഗുസ്രി, അവർക്ക് വിളമ്പി വെച്ച ചഷകങ്ങൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവർക്ക് എന്തറിയാം എന്നാണ് അദ്ദേഹം പാടുകയുണ്ടായത്. നയൻ ഷാ ഇവിടെ ഇന്ന് നമ്മളെ എല്ലാവരെയും വിരുന്നൂട്ടുകയാണ്. അദ്ദേഹത്തിന്റെ സ്നേഹമാണ് പാറ്റ വിളക്കിന് ചുറ്റും കൂടുന്ന പോലെ നയൻ ഷാ എന്ന ദീപത്തിന് ചുറ്റുപാടും നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ പാടി പാടി തരംഗങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ നാദവീചികളിലൂടെ അദ്ദേഹം നമ്മെ 10-40 കൊല്ലം പിറകിലേക്ക്, അരനൂറ്റാണ്ട് കാലം പിറകിലേക്ക്, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ മുകേഷിനെ പോലുള്ള സുന്ദരമായ ശബ്ദത്തിന്റെ ഒരു ഉടമ നിറഞ്ഞു നിന്ന ആ കാലത്തേക്ക് നയൻ ഷാ കൊണ്ടുപോയപ്പോ ഞാൻ മുകേഷിന്റെ ഒരു ഗാനശകലം ഓർത്തു. കാജൽ കി കിസ്മത്ത് ക്യാ കഹിയേ, സുറുമയുടെ വിധിയെ കുറിച്ച് എന്ത് പറയണം. തൂനെ നയനോ മേ ബസാ ദിയേ ഹേ, നയൻ ഷാ തൂനെ നയനോ മേ ബസാ ദിയേ ഹേ, നീ സുറുമ എടുത്തിട്ട് കണ്ണിൽ തേച്ചു. ഓ, ആ സുറുമയുടെ വിധി എന്ത് പറയണം. നീ അത് കണ്ണിൽ തേച്ചതോടെ അതിന്റെ സൗഭാഗ്യം എത്ര വർദ്ധിച്ചു. മുകേഷ് കുമാറിനെ ആവിഷ്കരിക്കുന്നതോടെ നയൻഷായുടെ സൗഭാഗ്യം ആ നയനങ്ങളിലെ സുറുമ പോലെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ഗാനമേള തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് മുകേഷ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുവരെയും അദ്ദേഹം പാടിക്കൊണ്ടേയിരുന്നു. ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ആ ഗാനമേള നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഹൃദയനാഥ് മങ്കേഷ്കറുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒടുക്കത്തെ സംഗീത പരിപാടിയായിരിക്കും ഇത്, എൻ്റെ മകനെ ശ്രദ്ധിക്കണം എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ വികാരഭരിതരായിരിക്കും. എൻ്റെ മകനെ നോക്കണം എന്ന്. അതായിരുന്നു മുകേഷിൻ്റെ അവസാനത്തെ വാക്കുകൾ. 1976 ആഗസ്റ്റ് 27 ഭാരതത്തിൻ്റെ ആ താരകം മറഞ്ഞുപോയി. പക്ഷെ അദ്ദേഹം മറയുന്നില്ല. കാലാതീതമായ നക്ഷത്രമായി, കാലാതീതമായ കലാതാരകമായി മുകേഷ് ഉദിച്ചുകൊണ്ടേയിരിക്കും. മുകേഷിൻ്റെ ശബ്ദം നമ്മെ വശീകരിച്ചുകൊണ്ടേയിരിക്കും. നയൻ ഷായെ പോലുള്ള പ്രതിഭാസമ്പന്നനായ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. കാരണം അങ്ങനെയുള്ളവർ അധികമില്ല. ഒരു മുകേഷിനെ ആവിഷ്കരിക്കാൻ ഇന്ന് ഇതേ രീതിയിൽ സാധിക്കുന്നവർ ആരുണ്ട്? ഇന്ത്യയിൽ തന്നെ നയൻ ഷാക്ക് തുല്യരായി വളരെ കുറച്ചു പേര് പോലും ഉണ്ടാകുമോ എന്നെനിക്ക് ശങ്കയാണ് അദ്ദേഹത്തിന്റെ ഈ സൗഭാഗ്യത്തിൽ. ഇതൊരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. മുകേഷിനെ പോലെ ഒരു ഗായകനെ ഓർമ്മപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ അവതാരം പോലെ, അദ്ദേഹത്തിന്റെ പരകായ പ്രവേശം പോലെ അദ്ദേഹത്തെ ആവിഷ്കരിച്ച നയൻ ഷായെ അഭിനന്ദിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സഹറാമേ ബഹാറായേ, മരുഭൂമിയിൽ വസന്തം വന്ന പോലെയാണ് ഇതുപോലൊരു പരിപാടി കോഴിക്കോട്ടുകാർക്കും കേരളീയർക്കും. പുത്തൻ പാട്ടുകൾ കേട്ട്, ഒരുപാട് അടിപൊളി സംഗീതം കേട്ട്, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ നന്മകളും ഇല്ലാതെയാക്കുന്ന ശബ്ദഘോഷങ്ങൾ കേട്ട് തളരുമ്പോ കാത് നമുക്ക് 40 കൊല്ലത്തേക്ക് പിറകോട്ട് പിടിക്കേണ്ടി വരുന്നുവെന്നുള്ളത് ഒരു ശൂന്യതയാണെങ്കിലും അത് ഈ രാജ്യത്തിന്റെ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തെ ഉണർത്താൻ നയൻ ഷാക്ക് ഇനിയും സാധിക്കട്ടെ. എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ, പ്രിയപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രനെ പോലെ കലാ ഉപാസകന്റെ സാന്നിധ്യത്തിൽ, മറ്റെല്ലാ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ മഹിമ നിങ്ങളാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിൽ നയൻ ഷായ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്
മാനവം ഓഡിയോ വിഷ്വൽസ് കാലിക്കറ്റ് 4. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com.